മോഹൻലാൽ നായകനായ രാജാവിന്റെ മകൻ എന്ന സിനിമയ്ക്ക് പിന്നാലെ ട്രെൻഡായ ഒരു നമ്പറുണ്ട് അല്ലേ, 2255. അത് വാഹനങ്ങളുടെ ഫാൻസി നമ്പർ ആക്കാനുള്ള മത്സരം ഇന്നും അവസാനിച്ചിട്ടില്ല. തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി നമ്പർ സ്വന്തമാക്കിയത് വണ്ടിയുടെ അത്ര തന്നെ വില നൽകിയാണ്. വിൻസെന്റ് ഗോമസിന്റെ ഫോൺ നമ്പർ ഇനി കാട്ടാക്കട RTOയിലെ കാർ നമ്പറാണ്. മലയും ദൈവസഭാ സുവിശേഷകനും വ്യവസായിയുമായ ജെറിൻ ചെരുവിളയും കുടുംബവുമാണ് ലേലത്തിൽ ഈ നമ്പർ സ്വന്തമാക്കിയത്. ലാലേട്ടന്റെ ആരാധകനായതുകൊണ്ടല്ല, നമ്പറിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് 4,38,000 രൂപ മുടക്കി നമ്പർ സ്വന്തമാക്കിയത്. ഗ്രേസ് മോക്ക് അങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞ് 2255 എന്ന് പറഞ്ഞൊരു നമ്പർ കിട്ടിയെങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്തു. യാദൃശ്ചികമായിട്ട് കിട്ടിയെന്നുള്ളതാണ്. കാട്ടാക്കട RTOയിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്കാണ് ലേലം നടന്നത്. ജെറിന്റെ ഭാര്യയുടെ പേരിലാണ് വാഹനം. ഇവരുടെ ഇരട്ടക്കുട്ടികളായ ജെരമ്യ, ഗ്ലോറിയ എന്നിവരുടെ 5ാം പിറന്നാൾ ദിനത്തിന്റെ സമ്മാനം കൂടിയാണ് 2255 എന്ന കുഞ്ഞ് സന്തോഷം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. തത്സമയം രാഹുൽ ജി നാഥ് ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ 2255 എത്ര കാലം എത്രയേറെ മനുഷ്യരെ സ്വാധീനിച്ച ഒരു നമ്പർ, ഇഷ്ടപ്പെട്ട നമ്പർ എന്നത് നമുക്കറിയാം. പക്ഷേ ഇതൊന്നും അല്ലെങ്കിൽ കൂടി ആ നമ്പറിനോടുള്ള ഇഷ്ടം കൊണ്ട് വാഹനത്തിന്റെ അത്രയും തന്നെ വില മുടക്കുക എന്ന് പറഞ്ഞാൽ അത് ലേശം കൗതുകമുണ്ടാക്കുന്ന കാര്യം തന്നെയാണല്ലേ? വലിയ കൗതുകം ഉണ്ടാക്കുന്നുണ്ട് ഈ വാർത്ത. അതിനപ്പുറം 1986 രാജാവിന് മകൻ സിനിമ പുറത്തിറങ്ങുന്നത്. അതായത് ഞാൻ ജനിക്കുന്നതിന് 11 വർഷം മുൻപാണ്. ആ ഡയലോഗ്, ആ നമ്പറൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ കീഴടക്കിയതാണ്. അത് പലപ്പോഴും നമ്മൾ എടുത്തെടുത്ത് പറയുന്ന ഡയലോഗ് കൂടിയാണ്. എന്ത് സഹായം വേണമെങ്കിലും ഈ നമ്പറിൽ വിളിച്ചാൽ മതി എന്ന് പറയുന്ന തരത്തിലേക്കൊക്കെ നമ്മൾ കൗതുകകരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആകെയൊരു വ്യത്യാസം, ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഒരേ തോതിൽ ആയിരിക്കും. പക്ഷേ ആഗ്രഹങ്ങൾ നടപ്പിലാക്കി എടുക്കുന്നതിനകത്തൊരു വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ പണച്ചെലവുണ്ട്. ഇപ്പോൾ പൈസ ചിലവുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് പൈസയുള്ളവർ അത് വണ്ടി നമ്പറായി മാറ്റുന്നു, എന്നെപ്പോലെയുള്ളവർ അത് ഫോണിൻ്റെ പാസ്വേഡാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസമായി നമുക്കിവിടെ പറയാൻ കഴിയുന്നത്. എന്തായാലും മോദി സൂചിപ്പിച്ചതുപോലെ മറ്റൊരു കാറിൻ്റെ തന്നെ തുക ഇത്തരത്തിൽ ഈ നമ്പർ ലഭിക്കാൻ കൊടുക്കുകയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ആന്റണി പെരുമ്പാവൂരും ഈ നമ്പർ സ്വന്തമാക്കിയത് കണ്ടു. ആന്റണി പെരുമ്പാവൂരിന് പിന്നെ ഈ നമ്പർ സ്വന്തമാക്കുന്നത് സ്വകാര്യമായി കൂടി, വ്യക്തിപരമായി കൂടി ഒരു ഇഷ്ടത്തിൻ്റെയും ഒരു എന്താ പറയുക, സ്വകാര്യമായൊരു ഇഷ്ടത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്. ഇവിടെ എന്തായാലും മോഹൻലാലിൻ്റെ സിനിമയോടുള്ള അല്ലെങ്കിൽ ഡയലോഗിനോടുള്ള ഇഷ്ടം മാത്രമല്ല, ആ നമ്പറിനുള്ള കൗതുകവുമുണ്ട്. എന്തായാലും ആ നമ്പർ ജനകീയമാക്കുന്നതിൽ ലാലേട്ടനും ഒപ്പം രാജാവിന് മകൻ സിനിമയൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ലേലം, അത് കാട്ടാക്കട RTOയിലെ ഏറ്റവും കൂടിയ വിലയ്ക്കാണ്, ഏറ്റവും കൂടിയ ലേലത്തിലാണ് ഈ നമ്പർ പോയിരിക്കുന്നത്. ഏതായാലും ഫാൻസി നമ്പറുകൾ പോകുമ്പോൾ നമ്മളായാലും പിന്നാലെ സഞ്ചരിക്കുമ്പോൾ നമ്മളും ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ശ്രദ്ധ ലഭിക്കും. ഒപ്പം ഈ സിനിമയും ഓർക്കും സഞ്ചരിക്കുമ്പോൾ. പിന്നെ ഒരു ആഗ്രഹ സാഫല്യമാണ്. ഇരട്ട കുട്ടികൾ ജനിച്ചിട്ടുണ്ട് ഈ നമ്പർ സ്വന്തമാക്കിയ വ്യക്തിക്ക്. ആ കുട്ടികൾക്ക് കൂടി ഒരു സമ്മാനമായി അങ്ങനെ പലതരത്തിൽ 2255 ഇന്നും ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ചർച്ചയാവുകയാണ്. രാഹുലെ, ഒരു കാര്യം പറഞ്ഞോട്ടെ, 2 കാര്യങ്ങളാണ് ഇതോടുകൂടി രാഹുൽ നാട്ടുകാരോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഫോണിന്റെ പാസ്വേഡ്, മറ്റൊന്ന് പ്രായം. ഇക്കാര്യം ചെറുതായിട്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. രാഹുലിന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.